ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ആശമാർ എന്ന തൊഴിലാളി പട്ടികയിലേക്ക് ചേർക്കപ്പെടാത്ത വർഗം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 21ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. അരാജകവാദികളെന്നും പാട്ടപ്പിരിവുകാരെന്നും ഈർക്കിൾ സംഘടനയെന്നും ഒടുവിൽ കീടമെന്നുമുള്ള തൊഴിലാളി വർഗ പാർട്ടി നേതാക്കളുടെ വിശേഷണങ്ങൾക്ക് ശേഷം ഇവർക്കുമേൽ പുതിയ ചാപ്പയുമായി പുതിയ ചില കൂട്ടരും രംഗത്തെത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ രംഗപ്രവേശത്തിന് മുമ്പ് ഇങ്ങനെയൊരു സമരം കണ്ടിട്ടേയില്ലാതിരുന്ന ഈ കൂട്ടർ അന്തസ്സോടെ ജീവിക്കാൻ സമരം ചെയ്യുന്ന ഈ സ്ത്രീകൾക്കുമേൽ സംഘി ചാപ്പ കുത്തിക്കഴിഞ്ഞു. ഹരിയാനയിലും ബംഗാളിലും ഡൽഹിയിലുമൊക്കെ നേരത്തെ നടത്തിയ സമരങ്ങളിൽ ഒന്നിച്ച് തെരുവിലിറങ്ങിയ SUCIയെ ഇവിടെ BJPയുടെ ബി ടീമായിട്ടാണ് CPIM കാണുന്നത്. കർണാടകയിലും പശ്ചിമബംഗാളിലും സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം ചെയ്യുമ്പോഴില്ലാത്ത ഗൂഢാലോചനയും വ്യാമോഹവും കേരളത്തിലെ ഇടത് സർക്കാരിനെതിരെയുള്ള സമരമാകുമ്പോഴാവുന്നത് എങ്ങനെയാണ്? സന്നദ്ധ സേവകർ എന്ന വിഭാഗത്തിൽ നിന്നും തൊഴിലാളികളായി അംഗീകരിച്ച് അർഹതപ്പെട്ട വേതനം ഉറപ്പുവരുത്തേണ്ടവർ സമരവേദിയിൽ വന്ന് മണിമുറ്റത്താവണി പന്തലാടുന്നതിന് പിന്നിലെ കാപട്യം തിരിച്ചറിയേണ്ടേ? കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ അവഗണിക്കുമ്പോൾ ആശമാരെ മഴയത്ത് നിർത്തുന്നതാരാണ് എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPIMൽ നിന്നും അഡ്വക്കേറ്റ് K സരുൺകുമാറാണ്, BJPയിൽ നിന്നും പ്രിൻറ്റു മഹാദേവ്, ജനകീയ പ്രതിരോധ സമിതി ജനറൽ സെക്രട്ടറി M ഷാജർ ഖാനുണ്ട്. ഇപ്പോൾ ബിന്ദു MA ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും നമ്മോടൊപ്പം ചർച്ചയിൽ. ആദ്യം ബിന്ദുവിലേക്ക്. ബിന്ദു, നിങ്ങളുടെ സമരം ഇപ്പോൾ 21ാം ദിവസത്തിലാണ്. ഈ 21ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പോലീസ് നിങ്ങൾ സമരം ചെയ്യുന്ന വേദിയിൽ നിന്നും ടാർപോളിൻ എടുത്തു മാറ്റുന്നുണ്ട്. നിങ്ങൾ മഴയത്ത് അതിശക്തമായി പ്രതികരിക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ഈ രോഷപ്രകടനം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലവിലുള്ള സ്ഥിതി മാറ്റാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതാണ് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ വിമർശനം. അതിൽ തുറന്ന് മറുപടി നൽകാം ബിന്ദു. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ആശാവർക്കർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനമാണ് ഓണറേറിയം നൽകുന്നത് എന്ന് എത്രയോ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സമരം തുടങ്ങിയപ്പോൾ മുതലേ ഇവിടുത്തെ ഇടതുപക്ഷ CITU അടക്കമുള്ള യൂണിയനുകൾ എന്താണ് പറയുന്നത്? പിണറായി വിജയനാണ് 7000 രൂപ തരുന്നത്, പിണറായി വിജയനാണ് 7000 രൂപ തരുന്നത്. അപ്പോൾ ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് തരുന്നത് എന്ന് ആണ് ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, 21-ൽ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആശാവർക്കർമാരടക്കമുള്ള അംഗൻവാടി സ്കീം വർക്കേഴ്സിന് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 700 രൂപ മിനിമം കൂലി വെച്ച് പെർ ഡേ 21,000 രൂപ മിനിമം കൂലി ഉറപ്പാക്കുമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. പിന്നെ നമ്മുടെ സംഘടന അഖിലേന്ത്യാ തലത്തിൽ സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള പ്ലാറ്റ്ഫോമിലാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പലതവണ പാർലമെൻറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ പോയി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് ഈ ഇൻസെൻറ്റീവ് 17 വർഷം മുമ്പുള്ള ഇൻസെൻറ്റീവാണ്, അത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലാസ്റ്റ് സെൻട്രൽ ബജറ്റിന് മുമ്പായിട്ട് നമ്മൾ 1 മാസം മുമ്പ് തന്നെ അവിടെ പോയി ബന്ധപ്പെട്ട വകുപ്പിൽ അതിനുള്ള നിവേദനം സമർപ്പിച്ചതുമാണ്. അപ്പോൾ നമ്മൾ ദേശീയ തലത്തിലും സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നടത്തി. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട ഫണ്ട് ചോദിച്ചു വാങ്ങേണ്ടുന്നത് ആശാവർക്കർമാരല്ല, ഫണ്ട് ചോദിച്ചു വാങ്ങേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനമാണ്. പിന്നെ ഈ ഓണറേറിയം തരിക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആന്ധ്രയിൽ നിന്ന് ചില വാർത്തകൾ നമ്മൾ കാണുന്നത്. ഗ്രാറ്റുവിറ്റി അടക്കം കൊടുക്കാൻ ഈ ഇന്ത്യയിൽ ആദ്യമായി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രസവ ആനുകൂല്യം 3 മാസം ലീവും 60,000 രൂപയും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ശരിയാണ് ബിന്ദു, ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നതിൽ വ്യക്തതയുണ്ട്. പക്ഷേ ബിന്ദു, നിങ്ങൾക്ക് ഈ അടിസ്ഥാന ശമ്പളം, തൊഴിലാളി വർഗത്തിനുള്ള അടിസ്ഥാന ശമ്പളം, ഈ ദിവസവേതനത്തിന്റെ കാര്യത്തിലുള്ള അടിസ്ഥാന ശമ്പളം എന്ന് പറയുമ്പോൾ നിങ്ങളെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. നിങ്ങളെ സന്നദ്ധ സേവകർ എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഗണത്തിൽ നിന്നും നിങ്ങളെ തൊഴിലാളികളായി നിർവചിക്കേണ്ടതാരാണ്? കേന്ദ്ര സർക്കാരാണ്. ഈ ആവശ്യം നിങ്ങൾ ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞാലാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാവുക. അതിൽ നിങ്ങൾക്ക് വിമർശനമില്ലേ? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ ആ മന്ത്രിയുമൊത്ത് ആടാനും പാടാനും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് CPIM നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും ശക്തമായ വിമർശനം. അതിലുള്ള മറുപടി
നമ്മൾ ഈ കേരളത്തിൽ ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട സംഘടന നമ്മുടെ സംഘടന. അതിന് ഔദ്യോഗികമായ രേഖകളുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തതും കേന്ദ്രത്തിൽ കൊടുത്തതും അടക്കം നിരവധി നിവേദനങ്ങളുണ്ട്. ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക. അന്ന് നമ്മൾ ആ ഡിമാൻഡ് വെച്ചപ്പോൾ നമ്മളെ ആക്ഷേപിച്ച ആളുകളാണ് ഇപ്പം അങ്ങ് ചെന്നാൽ മതി, ചോദിക്കുന്നതിനൊക്കെ ഒരു നാണോ പരിധിയില്ലേ എന്നാണ് അന്ന് ചോദിച്ചത് ഈ പറയുന്ന ആളുകൾ. ഇവിടെ അത് ഔദ്യോഗികമായ രേഖകളിലുണ്ട്. അത് ആവശ്യപ്പെട്ട സംഘടന നമ്മളുടേതാണ്. നമ്മളത് ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള മുന്നിലുള്ള നിലവിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയല്ലേ നമ്മൾ സമരങ്ങൾ നടത്തേണ്ടത്. നമ്മൾ പൊടുന്നനവേ ഒരു ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരിക്കുകയല്ല ചെയ്തത്. ഓഗസ്റ്റ് 16 നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. അന്ന് ആരോഗ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു, NHM ഡയറക്ടറേറ്റിന് നിവേദനം കൊടുത്തു. ഡിസംബർ 4 NHM ഡയറക്ടറേറ്റിൽ വിളിച്ചേർത്ത യൂണിയനുകളുടെ മീറ്റിങ്ങിൽ പോയി. അന്ന് നമ്മൾ 20 ഡിമാൻഡുകൾ അടങ്ങുന്ന നിവേദനം അവർക്ക് സമർപ്പിച്ചു. അതിനുശേഷം നമ്മൾ ജനുവരിയിൽ വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് വലിയ പങ്കാളിത്തത്തോടുകൂടി ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ആ മാർച്ചിൽ നമ്മൾ പറഞ്ഞെന്താണ്, നമുക്ക് പെൻഡിങ് ഉള്ള പൈസയും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യവും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ബജറ്റിൽ നമ്മളെ പരിഗണിച്ചില്ല എങ്കിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങുമെന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ ആ സമരത്തിലേക്ക് പോയത്. പൊടുന്നനവെ എടുത്ത് നമ്മൾ ആ സമരത്തിലേക്ക് ചാടുകയല്ല ചെയ്തത്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അത് നമ്മളെ ബജറ്റിൽ നമുക്ക് 3 മാസം ഇത് പെൻഡിങ് ആയിരിക്കുമ്പോൾ പോലും അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴാണ് നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ രാപ്പകൽ സമരത്തിലേക്ക് പോയത്. പിന്നെ കേന്ദ്രമന്ത്രി അവിടെ വന്നതിനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിലെ എത്രയോ സാംസ്കാരിക സംഘടനകൾ, പൊതുജനങ്ങൾ, എത്രയോ സാമുദായിക സംഘടനകൾ എല്ലാവരും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുന്നതിനെ ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി സംഘടനയോ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ലത്. അപ്പോൾ അതിനകത്ത് എല്ലാ രാഷ്ട്രീയ വിശ്വാസികളായ പ്രവർത്തകരായ മെമ്പർമാരായൊക്കെ അതിനകത്ത് CPM-കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, BJP-ക്കാരും ഉണ്ട്, CPI-ക്കാരും ഉണ്ട്, SUCI-ക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു സത്യത്തിലൊരു ജനകീയ സമരത്തിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ അതൊരു ജനകീയ സമരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സമരത്തിൽ എല്ലാ ആളുകളും വരട്ടെ. വരുന്നതിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ സമരത്തിൻ്റെ പിന്തുണ, ഇത് വിജയിക്കേണ്ടുന്ന ആവശ്യകത, അതിന് കിട്ടേണ്ടുന്ന പിന്തുണ ഒരു ആവശ്യമുണ്ട്. നമ്മൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടല്ല ഇവരിങ്ങോട്ട് വരുന്നത്, മറിച്ച് അവർ സ്വയമേവ വരുന്നതാണ് ഈ സമരത്തിലേക്ക്. അപ്പോൾ അവർ വരുമ്പോൾ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ആ സമരവേദിയിൽ വരുന്ന എല്ലാവരോടും നമ്മുടെ നിലപാട് അറിയിച്ചിട്ട് പ്രസംഗിക്കാൻ അനുവദിക്കത്തുള്ളൂ. അത് ആരാണെങ്കിലും അവിടെ വന്നിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരോട് അടക്കം, അവിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വന്നു, V. മുരളീധരൻ വന്നു, ശോഭാ സുരേന്ദ്രൻ വന്നു, എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു രാഷ്ട്രീയം പറയാനോ രാഷ്ട്രീയ വിമർശനം നടത്താനോ ഉള്ള വേദിയല്ല, മറിച്ച് ഇത് ആശമാരുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ഒരു സമരവേദിയാണ്. അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. അതുപോലെ തന്നെ ശ്രീ V. മുരളീധരൻ വന്നപ്പോൾ ആദ്യമേ സുരേഷ് ഗോപിക്ക് മുമ്പ് മുരളീധരനാണല്ലോ വന്നത്. മുരളീധരൻ വന്നപ്പോഴും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വന്നപ്പോഴും നമ്മൾ വളരെ കർക്കശമായിട്ട് അവരോട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾ ആദ്യമേ ഇവിടെ വരിക അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി ആശാവർക്കർമാർക്ക് തരാനുള്ള കാര്യങ്ങൾ അവരെന്ത് തീരുമാനം എടുക്കുമെന്ന് ചോദിച്ചിട്ട് അത് പറയാൻ ഇവിടെ വരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത്തരത്തിലാണ് നമ്മുടെ നിലപാട്. അല്ലാതെ നമ്മൾ നിരുപാധികം എല്ലാവരെയും അങ്ങോട്ട് വിളിച്ച് കയറ്റുകയല്ല, നമ്മുടെ നിലപാട് അറിയിച്ചുകൊണ്ടാണ്. ശരി, വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പും സമരം ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ. ആ സമരം എന്ന് പറയുന്നത് ഹരിയാനയിൽ നടത്തിയ സമരമാകുമ്പോൾ ആ സമരം ശരിയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഹരിയാനയിലെ സമരം ശരിയായിരുന്നു. കർണാടകയിൽ നടത്തിയ സമരം ശരിയായിരുന്നു. പശ്ചിമ ബംഗാളിൽ നടത്തിയ സമരം ശരിയായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ എങ്ങനെ നിങ്ങൾ സമരം ചെയ്യുമെന്ന ചോദ്യം ഉയർത്തുമ്പോൾ നിങ്ങൾക്കതിൽ ആശയവ്യക്തതയുണ്ടോ? ഈ സമരം തുടങ്ങിയിട്ട് 21 ദിവസമായി എന്നതാണല്ലോ സൂചിപ്പിച്ചത്. പല ഘട്ടത്തിൽ ഈ സമരമുദ്രാവാക്യങ്ങൾ വച്ചുകൊണ്ട് നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ടിരുന്നിട്ടുണ്ട്. ഇതിൽ പലതവണ ഇപ്പോൾ സമരം ചെയ്യുന്നവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ അത് തെറ്റാണെന്നും ഒരിക്കലും ഇല്ലാത്ത വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതും ആ ചർച്ചയുടെ ഭാഗമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മറ്റു പല മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഈ സമരം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഏറ്റവും ഗൗരവമായിട്ട് ഇവർ സൂചിപ്പിച്ചത് ആശാ വർക്കേഴ്സിന് മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന ഉത്തരവ് സംസ്ഥാന ഗവൺമെൻറ് പുറത്തിറക്കിയെന്നതാണ് ആദ്യത്തെ ഒരാഴ്ച വലിയ മുദ്രാവാക്യമായിട്ട് ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ പൂർണ്ണ സമയം മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ ആശാ വർക്കേഴ്സായി ജോലി
ജോലി ചെയ്താൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഗർഭിണികൾക്കും കുട്ടികൾക്കും സമൂഹത്തിന് സേവനം കിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണമായി മുഴുവൻ സമയം മറ്റു ജോലിയിൽ കേന്ദ്രീകരിക്കുന്നവർ ആശാ വർക്കേഴ്സായി ജോലി ചെയ്യരുത് എന്നതാണ് ഉത്തരവ് എന്ന് കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. അപ്പോൾ ആ മുദ്രാവാക്യം വിട്ടു. 62 വയസ്സിൽ റിട്ടയർ ആയി ആദ്യഘട്ടങ്ങളിൽ ഈ മുഴുവൻ സമയ ജോലി ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് പറ്റുന്ന 1-2 മണിക്കൂർ എന്നുള്ളതായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് കാലാകാലങ്ങളിൽ മാറുകയും ഒരു മുഴുവൻ സമയ ജോലിയായി മാറുകയും ചെയ്തതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് മറ്റു ജോലികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ആ ഉത്തരവിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ, അതിനുശേഷം ഈ രേഖയിൽപ്പെടുത്താത്ത തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവർ ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്താനായി ആശുപത്രിയിലേക്ക് പോകൽ, അത് എഴുതി കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം രാത്രി മാത്രം മടങ്ങാൻ പറ്റുന്ന ഒരു വിഭാഗമാണിവർ. അപ്പോൾ മറ്റു തൊഴിൽ എങ്ങനെയാണ് സാധ്യമാവുക? അല്ല, അങ്ങ് ദയവായി ഇടപെടുമ്പോൾ 12 മിനിറ്റ് ഒരു ആശാ വർക്കറിന് സംസാരിക്കാൻ കൊടുത്തിട്ട് ഞാൻ 1.5 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്ക് ഇടപെടുകയാണ്. ഞാൻ പറയുന്ന വാക്കിനും വാചകത്തിനും എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു ഉത്തരവ് മറ്റു പൂർണ്ണ തൊഴിലുകളിൽ ഏർപ്പെട്ടവർ ആശാ വർക്കേഴ്സായി ജോലി ചെയ്യരുത് എന്നതല്ലാതെ മറ്റേതെങ്കിലും ഒരു ഉത്തരവ് ഒരു ആശാ വർക്കർ മറ്റു തൊഴിലിൽ ഏർപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത് കാണിക്കേ. ഇതുവരെ അത് പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ അങ്ങനെ ഒരു ഉത്തരവ്. ഇവിടെ ആശാ വർക്കേഴ്സായി ജോലി ചെയ്യുന്നവർ പഞ്ചായത്ത് മെമ്പർമാരായി ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നു, മറ്റു പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതിനൊന്നും ഒരു തടസ്സമില്ല. ഇപ്പോൾ ഇവിടെ ചർച്ചയുടെ ഭാഗമായി ചില ദിവസം ഇരുന്നയാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പലതവണ മത്സരിച്ചവർ ഉൾപ്പെടെ ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മേഖലയിൽ പൂർണ്ണ സമയം ജോലി ചെയ്യുന്നവർ ആശാ വർക്കേഴ്സായി ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരവാണ്. അത് കൃത്യമായിട്ട് ഈ ഗവൺമെന്റ് പാസ്സാക്കിയത്, പുറത്തിറക്കിയത് അത് ജനങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റേതെങ്കിലും മേഖലയിൽ പൂർണ്ണ സമയം ജോലി ചെയ്യുന്നവർ ആശാ വർക്കേഴ്സായി മാറിയാൽ എങ്ങനെ ആശാ വർക്കേഴ്സിന്റെ ചുമതല നിർവഹിക്കാൻ കഴിയും? അത് ഗൗരവമായി ആ ഗവൺമെന്റ് ഉത്തരവ് എല്ലാവരും അംഗീകരിച്ചതും ആശാ വർക്കേഴ്സിന്റെ ആ പ്രവർത്തനത്തിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 62 വയസ്സെന്നുള്ള റിട്ടയർമെന്റ് പ്രായം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവിടെ പ്രതിഷേധം വന്നു. ആ ഉത്തരവ് മരവിപ്പിച്ചു. ഒരാൾ പോലും 62 വയസ്സായി റിട്ടയർ ആയി പോകേണ്ട സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 65 അതിൽ കൂടുതൽ വയസ്സുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ 62 വയസ്സായപ്പോ റിട്ടയർമെന്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു പേര് ഇതുവരെ ഇവർ ഉന്നയിച്ചിട്ടുണ്ടോ 21 ദിവസമായിട്ട്? ഇല്ലല്ലോ. അപ്പോ കൃത്യമായി ഇതൊരു തൊഴിലാളി എന്ന രൂപത്തിൽ ഇവരെ കാണാതെ, ജീവനക്കാർ എന്ന രൂപത്തിൽ അവരെ പ്രഖ്യാപിക്കാതെ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ സാലറി കൊടുക്കാൻ അനുവാദമില്ലാതെ, അവർക്ക് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്താതെ, ഏതെങ്കിലും തരത്തിൽ അവർക്ക് പെൻഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ ഒരു സ്കീമിന്റെ ഭാഗമായി അവരെ വോളണ്ടിയേഴ്സായി ഒതുക്കി നിർത്തിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നും അതുകൊണ്ട് സമരം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലാണ് എന്നുള്ളത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. CITU ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 16-ാം തീയതി സംസ്ഥാന ഗവൺമെന്റ് ഓഫീസിന് മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. അതുപോലെ തന്നെ നവംബർ 29-ന് ഡൽഹിയിൽ പോയി രാജ്യത്തെ മുഴുവൻ ആശാ വർക്കേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സമരം നടത്തി. ഫെബ്രുവരി മാസം 5-6-ഉം 7-ഉം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. അതായത് കേന്ദ്രം അംഗീകരിക്കേണ്ട പദ്ധതികൾ അവിടെ അംഗീകരിപ്പിക്കാനും സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അംഗീകരിപ്പിക്കാൻ ഇവിടെയും സമരം നടത്തി. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സമരം കേന്ദ്രത്തിനെതിരെ ഒരു സമരമില്ല. ഇത് സ്കീം പ്രഖ്യാപിച്ചവർക്കെതിരെ സമരമില്ല. ഇത് തൊഴിലാളിയായി അംഗീകരിക്കേണ്ടവർക്കെതിരെ സമരമില്ല. അതുപോലെ ഇത് സാലറിയാക്കി മാറ്റേണ്ടവർക്കെതിരെ, മറ്റ് പെൻഷൻ ആനുകൂല്യം കിട്ടേണ്ടവർക്കെതിരെ സമരമില്ല. മറിച്ച് എല്ലാം സംസ്ഥാന ഗവൺമെന്റാണ് ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇതുപോലെ ഓണററിയും ഇൻസെന്റീവും കൂട്ടി 13,200 കിട്ടുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്ക്. ഇല്ലല്ലോ. തെലങ്കാനയിലും മറ്റൊരു സംസ്ഥാനത്തും ഓണററിയം കൂടുതലുണ്ട്, പക്ഷെ അവിടെ ഇൻസെന്റീവ് ഇല്ല. കൃത്യമായി അതിന്റെ പട്ടികയുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആശാ വർക്കേഴ്സ് മേടിക്കുന്ന ശമ്പളത്തിന്റെ, ആ കിട്ടുന്ന ആനുകൂല്യത്തിന്റെ കോപ്പി നമ്മുടെ വിവിധ കാര്യങ്ങളിൽ കേരളത്തിന്റെ ജീവിത നിലവാരത്തെക്കുറിച്ച് അഭിമാനം കൂറുന്ന നിങ്ങൾ 13,200 രൂപ മതി ഇവിടെ ഒരാൾക്ക് ജീവിക്കാൻ എന്ന്, ഒരു കുടുംബത്തിന് ജീവിക്കാൻ എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണോ? അതുകൂടി ഒന്ന് പറയൂ. ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വെറും 1000 രൂപയുണ്ടായിരുന്നതാണ് ഹോണറേറിയം 7000 രൂപയായും ഇൻസെന്റീവും വർദ്ധിപ്പിച്ചത്. പടിപടിയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. UDFന്റെ 5 വർഷം വെറും 700 രൂപ വർദ്ധിപ്പിച്ച സ്ഥലത്താണ് ഹോണറേറിയം തന്നെ ഇവിടെ 6000 രൂപ വർദ്ധിപ്പിക്കുകയായി ചെയ്തത്. ഇതിലും കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതിലും കൂടുതൽ ജീവിത നിലവാരത്തിലേക്ക് മാറ്റണമെന്ന ആഗ്രഹമുണ്ട്. ഡൽഹിയിൽ പോയി നമ്മൾ സമരം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇത് ജീവനക്കാരായി, തൊഴിലാളിയായി അംഗീകരിച്ച് 26,000 രൂപ ഇവർക്ക് ശമ്പളമായി തരണമെന്നതാണ് നമ്മുടെ ആവശ്യം. പടിപടിയായി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അംഗീകരണം ഉണ്ടായാൽ
അടിയന്തരമായി നടപ്പാക്കാനും അതില്ലെങ്കിലും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടാൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഓണറേറിയം, ഈ പറഞ്ഞ പടിപടിയായി കൂട്ടിയ 7000 ഓണറേറിയം നിങ്ങൾ എത്ര മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത്? എത്ര മാസം കൂട്ടി വെച്ചിട്ടാണ് കൊടുക്കുന്നത്? അതിലാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ള പ്രശ്നം വരുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഇവരുടെ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് നിങ്ങൾക്കും ബോധമുണ്ടായിരുന്നു. 2014 ഇവിടെ UDF സർക്കാർ ഭരിക്കുമ്പോൾ നിയമസഭയിൽ ഓണറേറിയം 10,000 രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് എളമരം കരീമാണ്. ആ എളമരം കരീമാണ് ഇപ്പോൾ ഈ സമരത്തെ അരാജക സമരം എന്ന് വിളിക്കുന്നത്, വിഭാഗീയത ഉണ്ടാക്കാനുള്ള സമരം എന്ന് വിളിക്കുന്നത്. അതായത് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ശരിയായ സമരം, ഞങ്ങളില്ലാത്ത സമരങ്ങളെല്ലാം അരാജക സമരം. അതെന്ത് നിലപാടാണ്? അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ എന്ത് കള്ളത്തരമാണ് താങ്കൾ കാണുന്നത്? അവർ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ശേഷമല്ലേ ഇപ്പോൾ ഈ 10 മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചത്? ഈ 62 വയസ്സിന് വിരമിക്കേണ്ട എന്ന ഉത്തരവ് എവിടെ? ആ ഉത്തരവ് കാണിക്കാമോ? അതിനുശേഷം വിരമിച്ചാൽ 5 ലക്ഷം വേണം എന്നുള്ള അവരുടെ ആവശ്യത്തിൽ അംഗീകാരമുണ്ടോ? അതിന്മേൽ തീരുമാനമായിട്ടുണ്ടോ? ഇതൊക്കെ തന്നെയും വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തിയ സമരമാണ്. അന്നൊക്കെ CITU ആ സമരങ്ങൾക്കുണ്ട്. അത് ഹരിയാനയിലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഹരിയാനയിലുണ്ട്, കർണാടകയിലുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ സമരത്തിലൊക്കെ CITU ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരങ്ങൾക്കുണ്ടാവുകയും ഇവിടേക്ക് ആ സമരം എത്തുമ്പോൾ, ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ സമരമാകുമ്പോൾ അതെങ്ങനെയാണ് അരാജക സമരമായി മാറുന്നത്? ഒറ്റ കാര്യം, 26,125 ആശാ വർക്കേഴ്സ് ഉണ്ട് ഈ കേരളത്തിൽ. അതിൽ 21,150 പേർ റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ 85% പേർ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിയൻ ഒരു സമരം നടത്തി. ആ സമരത്തിനോട് യോജിച്ച് മറ്റു പല യൂണിയനുകളും ഉണ്ടായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കി. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ്. ആ 7-ാം തീയതി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു കമ്മിറ്റി ഈ നിലവിലുള്ള ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പഠിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് തരണമെന്നും അങ്ങനെ തരുന്ന റിപ്പോർട്ടിനെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അതുവരെ ഇവിടെ 10 മാനദണ്ഡങ്ങൾ ഉള്ളത് 5 എണ്ണം പാലിച്ചാൽ മതി എന്ന രൂപത്തിൽ റിലാക്സേഷൻ കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒത്തുതീർപ്പായി എന്ന 7-ാം തീയതി മിനിറ്റ്സ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബോധ്യപ്പെടുന്നു. 10-ാം തീയതി മറ്റൊരു സംഘടന വന്ന് സമരം നടത്തുന്നു. ആ സംഘടനയോട് പറയുന്നു, നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ മുഴുവൻ ഇവിടെ ഓൾറെഡി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. സമരം ചെയ്തപ്പോൾ തീരുമാനം വന്നിട്ടുണ്ട്. നിങ്ങൾ 21 ദിവസം സമരം ഇരുന്നിട്ട് കാര്യമില്ല ബിന്ദു. ഇവിടെ CITU നടത്തുന്ന സമരം മാത്രമേ ഇവിടെ അംഗീകരിക്കുകയുള്ളൂ. ആ അംഗീകാരമാണ് ഈ 10 മാനദണ്ഡങ്ങളിലെ ഇളവ്. ബിന്ദുവിന് അതിന് മറുപടി നൽകാം. അതിനു മുമ്പ് ഞാനൊന്ന് BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പറയാനുള്ള ന്യായം? ഇപ്പോൾ ഇന്നലെ വന്നു സുരേഷ് ഗോപി സമരപ്പന്തലിലേക്ക്, ഇന്നും വന്നു മഴയത്ത് ചെരിപ്പിടാതെ സമരപ്പന്തലിലേക്ക്. ഈ മാതിരി നാടകങ്ങൾക്കപ്പുറം എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ആത്മാർത്ഥത? പ്രിഞ്ചു മഹാദേവ്. അല്ല സ്മൃതി, ഇതിന് അങ്ങ് തുടക്കത്തിൽ തന്നെ ഈ പാട്ടുപാടുക നാടകം എന്നൊക്കെ അങ്ങ് അധിക്ഷേപിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് നാടകമാണ് നടന്നത് ഇന്നലെ? നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ സംസാരിക്കാത്തത്? നിങ്ങൾ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് അതിനെ ചർച്ചയെ കൊണ്ടുപോയിക്കൊണ്ട് ഇന്നലെ രാത്രി പുലർച്ചെ നടന്ന സംഭവത്തെ അങ്ങ് ലഘൂകരിക്കുകയാണ്. ഇന്നലെ സുരേഷ് ഗോപിയോടെ വന്നു, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നാലാവുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം രാവിലെ വന്നതിനെ പറ്റി എന്താ നിങ്ങൾ പറയാത്തത്? അയാൾ വരുത്തിയതല്ലേ, സുരേഷ് ഗോപി അവിടെ വരുത്തിയതാണ്. എന്താണ് വരാനുള്ള കാരണം? ഇന്നലത്തെ പെയ്ത തോരാ മഴയിൽ ഒരു പറ്റ അമ്മമാരുടെ കണ്ണുനീര് ആ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ വീണിട്ടുണ്ട്. ആ കണ്ണീര് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയോട് വന്നത്. ആ മഴ കൊണ്ടിരിക്കുന്ന അമ്മമാരുടെ വേദനയും അവരുടെ പ്രാരാബ്ദവും അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ സുരേഷ് ഗോപിയുടെ 2ാമത്തെ വരവിനെ എന്ത് നാടകം എന്നാണ് നിങ്ങൾ പറയുന്നത്? സഹമന്ത്രി എടുക്കുന്ന നിലപാട് സംശയകരമായതുകൊണ്ടാണ്. വയനാട്ടിൽ ചൂരൽമലയും മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം കിട്ടാത്തവരുടെ വിഷയം പാർലമെന്റിൽ കനിമൊഴി ഉന്നയിച്ചപ്പോൾ തമിഴ്നാട് പോലെ തന്നെ കേരളത്തിനും കിട്ടുന്നില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു ആംഗ്യം കാണിച്ചല്ലോ, അദ്ദേഹത്തിന്റെ സിനിമയിലെ നൃത്തത്തിലെ ഒരു രംഗം. അതേപോലുള്ള ആക്ഷൻസ് ഇന്നലെയും കണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഈ തരത്തിൽ ഞാനുണ്ട് കൂടെ എന്ന പ്രതികരണം കൊണ്ട് എന്താണ് കാര്യം? ആത്യന്തികമായി ഇവരെ തൊഴിലാളി എന്ന് അംഗീകരിക്കേണ്ടത് ആരാണ് പ്രിന്റു? നിങ്ങളല്ലേ? കേന്ദ്ര സർക്കാരല്ലേ? അല്ല സ്മൃതി ഇന്ന് അല്ല നമ്മൾ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു നാടകീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സുരേഷ് ഗോപിയെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ആസൂത്രിതമായിട്ട് തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കല്ലേ? നിങ്ങൾ പല ചർച്ചകളിൽ അതിനുവേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇന്നലത്തെ സംഭവങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ. ഇവിടെ ഹൈക്കോടതിയുടെ വിധിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ജാഗ്രത? സത്യത്തിൽ നമ്മുടെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഈ കേരളത്തിൽ നടത്തിയിരുന്നെങ്കിൽ ഈ ഫർസാനെയും ഈ ഷഹബാസിനെയും ഒന്നും മരണം ഉണ്ടാവില്ല.
പാവപ്പെട്ട അമ്മമാർ 50 വയസ്സ് കഴിഞ്ഞ അമ്മമാരാണ് അവിടെ ഇരിക്കുന്നത്. നമുക്കത് മറ്റൊരു വിഷയമാണ്. അത് നമുക്ക് ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പ്രിന്റു, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അതെ അതല്ല, അങ്ങ് നാടകം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ രണ്ടാമത് വരേണ്ടതെന്ന് പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ആ സർക്കാർ കാലഘട്ടത്തിൽ ഇത് ആരംഭിച്ചു. അതിന് കൃത്യമായി കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷമാണ് NHMന് ഇന്ന് സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിഹിതം കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻസെന്റീവ് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പോളിസി. അതോടൊപ്പം തന്നെ സുരക്ഷാ ബീമ യോജന പോലെയുള്ള പദ്ധതികൾ ഇവർക്കുള്ള അവർക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാരുണ്ട്. സ്വാഭാവികമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനൊരു സംശയം വേണ്ട. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ ആശാ വർക്കർമാർക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് 700 രൂപ തരുമെന്ന് പറഞ്ഞതാരാണ്? അപ്പോൾ നോക്ക്, കേന്ദ്രത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രമാണത് നൽകിയതെങ്കിൽ ഈ പ്രകടന പത്രികകൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരെ ഈ വ്യാജ പ്രലോഭനം കൊടുക്കേണ്ട കാര്യമുണ്ടോ? കേന്ദ്ര സർക്കാരാണ് അങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളല്ലേ തരേണ്ടത്. ഇത് അടിസ്ഥാനപരമായിട്ട് അത് ആശാവർക്കർമാരുടെ കാര്യം മാത്രമല്ല, ഹരിത വർക്കർമാരായിക്കോട്ടെ, തൊഴിലുറപ്പിന്റെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് 700 രൂപ. അങ്ങനെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് പിന്തിരിയാൻ സാധിക്കുക? അത് മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി CPM പ്രതിനിധി പറയാണ്, ഇവർ തുടക്കത്തിലെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ സമരം ആരംഭിച്ചത്. എന്ത് സമരം? ഈ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല, 3 മാസമായിട്ടുള്ള കുടിശ്ശിക. ഈ കുടിശ്ശിക എങ്ങനെയാണ് കിട്ടിയത്? CIT അവിടെ പോയിക്കൊണ്ട് CIT നടത്തിയ സമരത്തിനകത്ത് കുടിശ്ശിക തീർപ്പാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നോ? ഈ പാവപ്പെട്ട അമ്മമാർ 100, 500, 1000 ആയിക്കോട്ടെ, അവർ അവിടെ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഫലമായിട്ടാണ് ഈ 21,000 വരുന്ന CITയുടെ തൊഴിലാളികൾക്കും ഈ പണം കുടിശ്ശിക കിട്ടിയത്. അപ്പൊ ഇങ്ങനെ അരുൺകുമാർ പറയുന്നു ഞങ്ങൾ CIT 21,000 പേരുണ്ട്. ഈ 21,000 പേർക്ക് ഇപ്പൊ കുടിശ്ശിക കിട്ടാൻ കാരണം അവിടെ 100, 50 വരുന്ന അമ്മമാർ ചെയ്ത സമരമാണ്. അത് നമ്മളെന്താ മനസ്സിലാക്കാത്തത്? രണ്ടാമത് ഇവർ പറയുന്ന ഒരു കുടിശ്ശിക ഓണറേറിയത്തിൽ മാത്രമല്ല, ഇൻസെന്റീവിനകത്ത് 1 രൂപ അല്ല സ്മൃതി മാഡം, ഇൻസെന്റീവിനകത്ത് കേന്ദ്ര സർക്കാർ നൽകുന്ന NHM പദ്ധതി വിഹിതത്തിൽ കേരളത്തിന് കിട്ടേണ്ട 1 രൂപയുടെ ഉണ്ടെന്ന് അരുൺകുമാർ ഇവിടെ പറയൂ, കാണിക്കൂ, തെളിവ് കാണിക്കൂ അരുൺകുമാറെ. 1 രൂപ കേന്ദ്ര സർക്കാർ NHM വിഹിതത്തിൽ തെളിവ് കാണിക്കൂ. സ്മൃതി, ഒറ്റ ചോദ്യം ബിന്ദുവിനോട് ചോദിച്ചിട്ട് ഞാൻ വരാം. പ്രിന്റു, എല്ലാ മാസവും കൃത്യം കിട്ടുന്നുണ്ടോ ബിന്ദു ഇൻസെന്റീവ് 2000 രൂപ? ഓണറേറിയോ ഇൻസെന്റീവും എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്നില്ലായിരുന്നു. നമ്മളിപ്പോൾ ഈ മൂവ്മെന്റ് തുടങ്ങിയതിൽ പിന്നെ അതിപ്പോൾ കുടിശ്ശിക തീർത്ത് വന്നിട്ടുണ്ട്. കേട്ടല്ലോ, പ്രിന്റു പറഞ്ഞോളൂ. കിട്ടിയിട്ടില്ല. അല്ല, അത് വേണം, അതല്ല പറയാം. ഞാൻ പറയാം 2000, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ സമരം ആരംഭിച്ച ശേഷമല്ലേ ഫെബ്രുവരി 14 അവസാന ഗഡുവായിട്ട് കേരള സർക്കാർ നൽകേണ്ട 103.5 കോടി രൂപ മേഡം നൽകിയിട്ടുണ്ട്. പിന്നെ കേന്ദ്രം എങ്ങനെയാണ് പണം നൽകിയെന്ന് പറയുക? തൊട്ടടുത്ത 2025 ജനുവരി മാസത്തെ കുടിശ്ശിക അടക്കം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. ഈ പണം പലപ്പോഴും സംഭവിക്കുന്നത് കേന്ദ്രം നൽകുന്ന NHM വിഹിതം വകമാറ്റുകയാണ്. ഈ വക മാറ്റിക്കൊണ്ട് ചെലവഴിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ഈ ഇൻസെന്റീവ് ആയിക്കോട്ടെ, ഈ പറയുന്ന ആശാവർക്കർ ഹോണറേറിയത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് NHM വിഹിതമായിക്കോട്ടെ, തൊഴിലുറപ്പ് വിഹിതമായിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായിട്ട് ഈ ഫണ്ടുകൾ 4 ഗഡുക്കളായിട്ടാണ് മേഡം കൊടുക്കുന്നത്. 1-ാം പാദത്തിലെ ഫണ്ട് കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിച്ചാൽ മാത്രമാണ് 2-ാം പാദത്തിലെ ഫണ്ട് കിട്ടുക. അപ്പോൾ ഒരു വർഷത്തിൽ 4 തവണയായിട്ടാണ് ഫണ്ടുകൾ കിട്ടുക. ഈ സംസ്ഥാന സർക്കാർ 8 ഗഡുക്കളുടെയും പദ്ധതി വിഹിതത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ കേരളത്തിൽ NHMന്റെ വിഹിതം മുടങ്ങുന്നത്. ഇത് കേന്ദ്ര സർക്കാർ NHM പദ്ധതി വിഹിതത്തിൽ മാത്രമല്ല, തൊഴിലുറപ്പായിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, ഇനി നമ്മുടെ അംഗനവാടി തൊഴിലാളികളുടെ കാര്യമായിക്കോട്ടെ, ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യത്തിൽ സർക്കാർ ഇവിടെ ചെയ്യുന്നത് ഈ തൊഴിലാളികളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. അത് ഈ പറഞ്ഞ ആശാവർക്കർമാരോട് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ ഈ 2500 പേർക്കാണ് ഈ തൊഴിലില്ലായ്മ വേതനം കിട്ടുന്നത് മേഡം. അവർക്ക് കിട്ടേണ്ട പണം എന്ന് പറയുന്നത് 120 രൂപയാണ്. 120 രൂപ, 2500 പേരാണ് അതിന് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളൂ. അവർക്ക് പോലും ഇന്ന് 4 മാസമായിട്ട് കുടിശ്ശികയാണ്. കുടിശ്ശിക മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ആശാവർക്കർമാർ തെരുവിലിറങ്ങും. അപ്പോൾ അവർ തെരുവിലിറങ്ങുന്ന സമയത്ത് അവർ എന്താ പറയുക, ആരെങ്കിലും ഇളക്കി വിട്ടവരാണെന്നോ അവർ പാട്ടപ്പിരിവുകാരാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തന്നെ തെറ്റല്ലേ? അപ്പോൾ കേന്ദ്രം നൽകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആശാവർക്കർമാർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി ഇവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കും, JP നദ്ദയുമായി സംസാരിക്കും, അമിത്ഷായുമായി സംസാരിക്കും. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഉറപ്പാണല്ലോ. ആ ഉറപ്പിന്റെ പുറത്ത് തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിനോട് ആടാനും പാടാനും അവർ തയ്യാറായിട്ടുള്ളത്. ശരി, ആടാനും പാടാനും തയ്യാറായത് അതുകൊണ്ടാണ് ഞാൻ ശ്രീ ഷാജിർ ഖാനിലേക്ക് എത്താം. ശ്രീ ഷാജിർ ഖാൻ, ഇപ്പോൾ എളമരം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കുവേണ്ടിയുള്ള സമരനാടകമാണ്
ഈ ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ആരൊക്കെയോ സമരത്തിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ സമരത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിങ്ങൾക്ക് പങ്കുണ്ട് എന്നും നിങ്ങൾ BJPയുടെ ബി ടീമാണ് എന്നുമുള്ള ആരോപണത്തിന് മറുപടി. സ്മൃതി, കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ ആരോഗ്യമേഖലയ്ക്ക് വാസ്തവത്തിൽ സുരക്ഷാ കവചമൊരുക്കുന്ന, അതിനുവേണ്ടി സമർപ്പിതരായി പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർ, അവരെ അധിക്ഷേപിക്കുന്ന വിധത്തിലാണ് ശ്രീ അരുൺകുമാർ ഇവിടെ സംസാരിച്ചത്. 12 മണിക്കൂറും 14 മണിക്കൂറും പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർ പൂർണ്ണസമയം പ്രവർത്തിക്കാത്തവരുണ്ട് എന്ന ഒരു ആക്ഷേപം പറഞ്ഞു. അദ്ദേഹം അതിന് മാപ്പ് പറയണം എന്ന് ഞാൻ ആദ്യമേ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്, അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അടിസ്ഥാനപരമായി പ്രാഥമികമായി പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ് എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാപ്രവർത്തകർ. ഞാനത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് ആൻഡ് ഫിക്സിംഗ് ഓഫ് മിനിമം വേജസ് ഈസ് എ സബ്ജക്റ്റ് കമ്മിങ് അണ്ടർ ദ സ്റ്റേറ്റ് എന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അതായത് പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാപ്രവർത്തകർ. അവർക്ക് വേണ്ടിയിട്ടുള്ള മിനിമം വേതനം നിശ്ചയിക്കേണ്ടത്, സേവന വേതന കണ്ടീഷൻസ് നിശ്ചയിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 10,000 രൂപ അവർ ഫിക്സ് ചെയ്തു, ഒന്നാമതായി. രണ്ടാമത് ഗ്രാറ്റുവിറ്റി 1.5 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഏതാ? ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരാണ്. 5 ലക്ഷം രൂപ ബംഗാൾ നൽകുന്നു, അത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കർണാടക കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി നിർവഹിക്കേണ്ടത്. അതിനകത്ത് ഒരു സംശയവുമില്ല. അത് ആ ഉത്തരവാദിത്വം സമീപനത്തിനെതിരായിട്ടുള്ള തൊഴിലാളി എന്ന് നിർവചിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് എല്ലാ അധികാരമുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാന സർക്കാരിന് ഈ പറയുന്ന, അവർ സ്കീം തൊഴിലാളികളാണ്, അവർ ഈ പറയുന്ന കേന്ദ്ര പ്രോജക്റ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ അവരെ തൊഴിലാളികളായി അംഗീകരിക്കുവാനും ആ സ്റ്റാറ്റസ് നൽകുവാനും അവർക്ക് ആവശ്യമായ മിനിമം വേതനം ഉറപ്പാക്കാനും സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കാനുമുള്ള ചുമതല, ഉത്തരവാദിത്വം ഒരു തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. അതവർ ചെയ്യണം. പക്ഷേ ഇത് തൊഴിലാളി വിരുദ്ധ സർക്കാരാണ്. തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നു. ശരിയാണ്, അതിനർത്ഥം കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമില്ലെന്നല്ല. കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം. അവർക്ക് നൽകേണ്ടിരുന്ന കാര്യങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആശാ വർക്കേഴ്സ് 2 പാർലമെൻറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട് ആ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം അത് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവർ വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ്റിനും അവർ 2 കൂട്ടരോടും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന 21,000 രൂപ സംസ്ഥാന എളമരം കരീമോ CATO 700 രൂപ നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഒരു മിനിമം, അത് 21,000 രൂപ എങ്ങനെ ജീവിക്കാൻ പറ്റുക? അപ്പോൾ 26,000 രൂപ, ഇപ്പോൾ CATO പറയുന്നുണ്ടല്ലോ 26,000 രൂപയാണ് കൊടുക്കേണ്ടത്. ദേശീയ തലത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 21,000 രൂപയാണ്, 26,000 രൂപയാണ്. എങ്കിൽ എന്തുകൊണ്ട് 26,000 രൂപ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? അത് നടപ്പിലാക്കാൻ മുൻകൈ എടുക്കണം. നിങ്ങൾ പറയുന്നില്ല, ഇപ്പോൾ 40-60 അടിസ്ഥാനത്തിലാണല്ലോ ഇതിൻ്റെ ഡിവിഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം 600 കോടി വരുമല്ലോ. അതിൽ നിങ്ങൾ എത്രയാണ്? കേന്ദ്രം 815 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. ശരി, അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതമോ? ആ സംസ്ഥാനത്തിൻ്റെ വിഹിതം എത്ര നിങ്ങൾ കൊടുത്തു? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് ഇപ്പോൾ കുടിശ്ശിക വരുത്തുന്നതിന് പറയുന്ന കാരണം കേന്ദ്രം കൊടുക്കുന്നില്ല എന്നാണ്. സംസ്ഥാനത്തിൻ്റെ വിഹിതമുണ്ടല്ലോ, ആ സംസ്ഥാനത്തിൻ്റെ വിഹിതം ആദ്യം അത് കൊടുക്കണം. കേന്ദ്രത്തിൻ്റെ വിഹിതം, കിട്ടിയ വിഹിതം നിങ്ങൾക്കത് ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് കൊടുക്കാം. അപ്പോൾ അതൊന്നും ചെയ്യാതെ അവരോട് വളരെ മനുഷ്യത്വ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അവരോട് എന്താ പറയുക, ആ സമരം ചെയ്യുന്ന ആളുകളുടെ സമരം അനാവശ്യമാണെന്ന് പറയുന്നു. അവരുന്നയിക്കുന്ന ഡിമാൻഡുകൾ തെറ്റാണെന്ന് പറയുന്നു. അതെങ്ങനെയാണ് അരുൺകുമാറെ തെറ്റാകുന്നത്? ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഡിമാൻഡ് തെറ്റാണോ? അത് 21,000 രൂപ ആക്കണം എന്ന് പറയുന്നത് തെറ്റാണോ? അവർക്ക് എന്താ പറയുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണം എന്ന് പറയുന്നത് തെറ്റാണോ? അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് CATO-നില്ല, അങ്ങനെ ഒരു ഡിമാൻഡ് CPM-നില്ല എന്നല്ലേ താങ്കൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരു ഡിമാൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളോ അവർ പറയുന്ന ഡിമാൻഡ് തെറ്റാണെന്ന് പറയുന്നത്? അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ഇരട്ടത്തപ്പ് കാണിക്കുന്നു. അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയുന്നു. അവിടെ സമരം ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ CATO-ന് 21,000 പേരുണ്ട് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ 21,000 പേരല്ല, നിങ്ങളുടെ കയ്യിൽ 2,000 പേര് ആശാ വർക്കേഴ്സ് ഉണ്ടോ? നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിൽ 200 പേർ, ഒരു 200 ആശാ വർക്കേഴ്സിനെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? തൊട്ടപ്പുറത്ത് 2,000 ആശാ വർക്കേഴ്സ് സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന അസോസിയേഷൻ, സ്വതന്ത്ര യൂണിയൻ, ഒരു സെൻട്രൽ ട്രേഡ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു യൂണിയൻ അവിടെ
ആയിരക്കണക്കിന് ആശാ വർക്കേഴ്സ് അവരെ ബാഡ്ജ് ധരിച്ചിട്ടുള്ള ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്ത് ബദൽ സമരം നടത്തുന്നു, പ്രതിസമരം നടത്തുന്നു. ആ സമരത്തിൽ നിങ്ങൾ പങ്കെടുപ്പിച്ചതിൽ എത്ര പേരുണ്ടായിരുന്നു അരുൺ, ഈ പറയുന്ന ആശാ വർക്കേഴ്സ്? അപ്പോൾ നിങ്ങൾ ഇനി 21,000 കണക്ക് ഇനി മേലാൽ ഒരു ചർച്ചയിലും വന്ന് പറഞ്ഞു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരം തുടങ്ങുന്നത് 10-ാം തീയതിയല്ലേ ഷാജർ ഖാൻ? 10-ാം തീയതിയല്ലേ? 7/2/2025 തന്നെ 7/2/2025 തന്നെ, അതായത് CITU സമരം നടത്തി എന്ന് പറയുന്ന ആ ദിവസത്തിന് ശേഷം ഈ ആശമാരുടെ പ്രതിമാസ ഓണറേറിയമായ 7,000 രൂപ 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്നു എന്നുള്ളത് മാറ്റി അത് 10-ൽ 5 എണ്ണം പൂർത്തീകരിച്ചാൽ മതി എന്ന തീരുമാനം വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സമരത്തിൽ വഞ്ചനയല്ലേ? 10, അതായത് നമ്മൾ ആശാ വർക്കേഴ്സ്, സ്മൃതി, ആശാ വർക്കേഴ്സ് 5 നിബന്ധനകൾ ഒഴിവാക്കാനല്ലോ പറഞ്ഞത്, എല്ലാ നിബന്ധനകളും ഒഴിവാക്കാനല്ലേ? അപ്പോൾ അത് എല്ലാ നിബന്ധനകളും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറയട്ടെ, അതെല്ലാം ഈ സമരത്തിൻ്റെ വിജയമായിട്ട് നമ്മൾ കാണണം. ഈ പറയുന്ന 21 ദിവസം രാവും പകലും ഈ പാവപ്പെട്ട സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ എന്താ പറയുക, സമർപ്പിതമായി നടത്തിയ ഒരു സമരത്തിന്റെ വിജയമാണ് അതൊക്കെ. അതായത് ആശാ വർക്കർമാർ ഇപ്പോൾ ഈ സ്വതന്ത്ര യൂണിയൻ സമരം നടത്തുന്നത് 10-ാം തീയതി മുതലാണ്. ഇത് 7-ാം തീയതി വന്ന തീരുമാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. തീരുമാനം വന്ന ശേഷം അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് എങ്ങനെ സമരം ചെയ്യും? അതുകൊണ്ടാണ് ഇവരെ സമരത്തിലേക്ക് തള്ളിവിടുന്നു. അത് അവരുടെ യഥാർത്ഥ ആവശ്യമായിരുന്നില്ല. ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടും വീണ്ടും അതേ ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അല്ലല്ല, നെവർ, അങ്ങനല്ലല്ലോ. 5 നിബന്ധനകൾ എന്ന വ്യവസ്ഥ അവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് വഞ്ചനയാണ്. 5 അല്ലല്ലോ. ഈ പറയുന്ന എല്ലാ നിബന്ധനകളും ഒഴിവാക്കണം എന്നുള്ളതല്ലേ ആശാ വർക്കർമാരുടെ തീരുമാനം, അവരുടെ ഡിമാൻഡ്. അതെന്തുകൊണ്ട് CITU ഉയർത്തിപ്പിടിച്ചില്ല? അങ്ങനെ എല്ലാ നിബന്ധനകളും ഒഴിവാക്കിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ മുതൽ രാത്രി വരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ, ഈ 100 കണക്കിന് ജോലികൾ അവരെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണല്ലോ. ഇമ്മ്യൂണൈസേഷൻ, അശ്വമേധം, എന്തെല്ലാം പ്രോജക്റ്റുകളാണ് അവരുടെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ പണികളിൽ നിന്ന് അത് ഏതെങ്കിലും ഒന്ന് വീഴ്ച വരുത്തിയാൽ അവർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന തുച്ഛമായ വേതനം പോലും വെട്ടിക്കുറയ്ക്കും എന്ന് പറയുന്ന ആ നിബന്ധനകളെല്ലാം ഒഴിവാക്കണം എന്നതായിരുന്നില്ലേ? പക്ഷെ അവിടെ പോലും വഞ്ചനാപരമായ വിധത്തിൽ 5 എണ്ണം ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ ഉണ്ടാക്കി പൊടിയും തട്ടിപ്പോയില്ലേ CITUകാർ. പിന്നീട് അവരത് ശക്തമായി ഉന്നയിച്ചില്ല. അതിനുശേഷം ഓണറേറിയം 15,000 എന്നുള്ള അവസാനത്തെ ഡിമാൻഡാണ്, 5-ാമത്തെ 6-ാമത്തെ ഡിമാൻഡായിട്ടാണ് വെച്ചത്. അതവർ ഇൻസിസ്റ്റ് ചെയ്തില്ല, ആ ബജറ്റിൽ ഒന്നും അനുവദിച്ചില്ല. പക്ഷേ അതോടുകൂടി പിരിഞ്ഞുപോയി. അപ്പോൾ പിന്നെ ആശാ വർക്കർമാർ എന്ത് ചെയ്യണം? അപ്പോൾ ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡിമാൻഡും അംഗീകരിക്കപ്പെടാതിരിക്കവേ അവർക്ക് സമരം ചെയ്യാതെ നിർവാഹമില്ല. അതുകൊണ്ടാണല്ലോ 10-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം പൊടുന്നനവേ അവർക്ക് ആരംഭിക്കേണ്ടി വന്നത്, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ആരംഭിക്കേണ്ടി വന്നത്. ആ സമരത്തിലേക്ക് പിന്നീട് ആയിരക്കണക്കിന് ആശാ തൊഴിലാളികൾ പങ്കെടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ബിന്ദുവിനും ആശാ നേതാക്കൾക്കും അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നീട് കേരളത്തിൻ്റെ സമരമായിട്ട് അത് മാറി. കേരളത്തിന്റെ സാംസ്കാരിക കേരളം ആ സമരത്തെ ഏറ്റെടുത്തു. ജനകീയ സമര കേരളം ആ സമരത്തെ ഏറ്റെടുത്തു. പിന്തുണയുമായി പ്രസംഗിക്കാനെത്തിയ ജോസഫ് സി മാത്യുവിനെ പോലുള്ളവർ, ഡോക്ടർ MK താരയെ പോലുള്ളവർക്കെതിരെയൊക്കെ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൂടിയുണ്ട്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവരുമൊക്കെ ആ സമരത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ BJP നേതാക്കളും എത്തുന്നുണ്ട്. BJPയോട് ശ്രീ ഷാജർ ഖാൻ, എനിക്കറിയേണ്ടത്, നിങ്ങളിപ്പോൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ സമരങ്ങൾ, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചവരാണ് നിങ്ങൾ. പക്ഷേ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ BJPയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിമർശനങ്ങൾ മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരു വിമർശനം നിങ്ങൾക്കില്ല എന്നുള്ളതാണ് നിങ്ങളെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതാണ് നിങ്ങൾ B ടീമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് വിഷയങ്ങളുണ്ട്, അതിൻ്റെ ഗൗരവം അതേ രീതിയിൽ ഉൾക്കൊള്ളുന്നു. പക്ഷേ നിങ്ങൾക്ക് BJPയെക്കുറിച്ച് പരാതികളില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇൻസെൻറ്റീവ് തരേണ്ടതാണ് എന്ന് പറയുന്നതിനപ്പുറം അങ്ങോട്ട് വിമർശനമില്ലാത്തത് എന്തുകൊണ്ടാണ്? ആത്യന്തികമായി ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണല്ലോ. അല്ല സ്മൃതി, ഒന്നാമതായിട്ട് അതാണ് ഞാൻ ആദ്യമേ വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഈ വിഷയത്തിലുള്ള നിലപാടുകൾക്കെതിരായിട്ടാണ് അടിസ്ഥാനപരമായിട്ട് സമരം ചെയ്യുന്നത്. പ്രാഥമികമായി പൊതുജനാരോഗ്യ മേഖല സംസ്ഥാന സബ്ജക്റ്റ് ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് സമരം സെക്രട്ടേറിയറ്റിൽ മുന്നിൽ നടത്തിയത്. എളമരം കരീം 2014 നടത്തിയ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലല്ലേ? അവിടെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ?
പുറത്തു പറയാൻ പറ്റാത്ത അത്ര ലജ്ജാകരമായ ഒരു എമൗണ്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ വാങ്ങുന്നത്. അത് മിനിമം 10,000 രൂപയാക്കി മാറ്റണമെന്ന് അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. ഏത് നിയമസഭയിൽ? സംസ്ഥാന ഗവൺമെന്റിന്റെ ഹരിയാനയിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടന്ന സമരം 2024 സമരമാണ്. അതിൽ ആവശ്യപ്പെട്ടിരുന്നത് 26,000 രൂപ ശമ്പളം വേണമെന്നുള്ളതാണ്. 26,000 രൂപ ആക്കണം ഓണറേറിയം എന്നുള്ളതാണ്. ഇപ്പോൾ 21 ആവശ്യപ്പെടുന്നിടത്ത് 26,000 എന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. 2024 സമരം അന്ന് ആവശ്യപ്പെട്ടത്. അതെ അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് സമരം നടത്തിയത് എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ്. അതിനർത്ഥം കേന്ദ്ര ഗവൺമെൻറ് രക്ഷപ്പെടണമെന്നല്ല, കേന്ദ്ര ഗവൺമെൻറ് അവർ നൽകേണ്ടുന്ന വിഹിതം നൽകരുത് എന്നുള്ളതല്ല. നൽകിയിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങണം, അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തണം. ആശാപ്രവർത്തകർ, പാവപ്പെട്ട നിസ്വരായ ആശാപ്രവർത്തകർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ സംസ്ഥാന ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും, നേരത്തെ ബിന്ദു ഇവിടെ വിശദീകരിച്ചല്ലോ, ഇവിടെ വന്ന അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെയോ BJPയുടെയോ പ്രതിനിധികൾ വരുമ്പോൾ അവരോടെല്ലാം ശക്തമായി ആവശ്യപ്പെട്ടതും 2 തവണ പാർലമെൻറ്റ് മാർച്ച് നടത്തി ആവശ്യപ്പെട്ടതും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതിനർത്ഥം സംസ്ഥാന ഗവൺമെൻറ്റിന് ചുമതലയില്ല, നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം നടത്തിയാൽ മതി, നിങ്ങൾ AG's ഓഫീസിൽ പോയി നടത്തിയാൽ മതി എന്നുള്ളതാണോ? ഞാൻ മറ്റു കാര്യങ്ങൾ പറയാം. ഡൽഹിയിൽ സമരം ചെയ്യുന്നു എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ പ്രതികരണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ കാണുന്ന ചില സ്റ്റിൽസ് ഉണ്ടല്ലോ, അത് 2015-ലെയും 2022-ലെയും 2024-ലെയും ഒക്കെയാണ്. അതിലൊക്കെ SUCയെയും CPIയും CPM ഒക്കെ ഒരുമിച്ച് നടത്തിയ സമരവും ഭാരത് ബന്ദിന്റെ ദൃശ്യങ്ങളൊക്കെയാണ്. അന്നൊന്നുമില്ലാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ SUCക്കെതിരെ ഉന്നയിക്കുന്നത്. നോക്കൂ, ഈ 7,000 രൂപ കിട്ടാനുള്ള 10 മാനദണ്ഡങ്ങൾ, ഈ 5 അല്ല കുറയ്ക്കേണ്ടത്, 10 മാനദണ്ഡവും മാറ്റണമെന്നുള്ളതായിരുന്നുള്ള അവരുടെ ആവശ്യം. ഒരു മാനദണ്ഡത്തിനാണ് 700 രൂപ ഉണ്ടായിരുന്നത്. 5 മാസം കൂടുമ്പോഴാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത്. കേന്ദ്രത്തിൻ്റെ 2,000 രൂപ ഇൻസെൻറ്റീവും രണ്ടും വൈകുകയായിരുന്നു. ഒരു കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ 20 രൂപ, ഗർഭിണിയെ 3 മാസത്തിനുള്ളിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്താൽ 200 രൂപ, 3 മാസം കഴിഞ്ഞാൽ ആ 200 രൂപ ഇല്ല. മാസം 13,200 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നിങ്ങനെ മന്ത്രി വീണ ജോർജ് ആവർത്തിച്ച് പറയുമ്പോൾ ഈ 13,200 രൂപയാണോ അവർക്ക് കിട്ടേണ്ടത് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടവരാണ് ഇവിടുത്തെ CTU നേതാക്കൾ. അവിടെയാണ് ഈ സമരം അരാജക സമരമാണെന്ന് പറയുന്നത്. നോക്കൂ, ഈ സമരം ചെയ്യുന്നവർക്കെതിരെ പകരക്കാരെ നിയമിക്കാൻ 11.7 ലക്ഷം രൂപ അടിയന്തര സ്വഭാവത്തിൽ സർക്കാരിന് അനുവദിക്കാൻ ഒരു മടിയുണ്ടായില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ? ഇവിടെ ഈ സമരത്തിന്റെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സമരം പരിഹരിക്കേണ്ടത് ആരാണ് എന്ന് ജനങ്ങൾക്ക് മൊത്തം ബോധ്യമായി. പക്ഷേ ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ BJPയുടെ പ്രതിനിധിയും അതുപോലെ ഏതോ പ്രതിരോധ സമിതിയുടെ മിസ്റ്റർ ഷാജഹാനും എല്ലാം എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടലാണ് നടത്തുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 1 രൂപ പോലും കുടിശ്ശികയില്ല എന്ന് BJPയുടെ പ്രതിനിധി ആവർത്തിക്കുക. ഈ വർഷം തന്നെ 100 കോടി രൂപയാണ് ഇത് ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കുടിശ്ശികയുള്ളത്. NHMവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 686 കോടി രൂപ ഈ കേരളത്തിന് കുടിശ്ശികയുണ്ടെന്ന് 3 ദിവസം മുമ്പ് നമ്മുടെ ആരോഗ്യമന്ത്രി കണക്കുകൾ കൃത്യമായി പത്രക്കാരുടെ മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. അപ്പൊ 686 + 100 786 കോടി രൂപ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2 ഹെഡിൽ കുടിശ്ശികയായി പെൻഡിംഗ് നിൽക്കുമ്പോഴാണ് BJPയുടെ പ്രതിനിധി വന്ന് ഒറ്റ പൈസയും തരാനില്ലെന്ന് നുണ ആവർത്തിക്കുക. ഈ ആശ്വാസ കിരണം എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടായിരുന്നു. ഈ ആശ്വാസ കിരണം റദ്ദ് ചെയ്ത പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന്. അത് ആ പദ്ധതി, അത്തരത്തിലുള്ള ആശ്വാസ നടപടികൾ, ക്ഷേമ പദ്ധതികൾ എല്ലാ ആശാ വർക്കേഴ്സിനും പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരുന്നത് റദ്ദാക്കിയ ആൾ, അതിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് പറയാണ് എല്ലാം കേന്ദ്രത്തിന്റെ ഭാഗം ഓക്കെയാണെന്ന്. പിന്നെ M ഷാജഹാൻ പറയുക, ഇത് കേന്ദ്ര സ്കീമാണെങ്കിലും സംസ്ഥാനത്തിന് അങ്ങ് ജീവനക്കാരായിട്ട് അംഗീകരിക്കാം, അവർക്ക് ശമ്പളം കൊടുക്കാം. ഏത് നിയമപ്രകാരമാണ് ഇവിടെ അശ്വമേധമായാലും പശ്ചിമ ബംഗാളിൽ നടത്തിയ സമരം ഓണറേറിയത്തിന്റെ കാര്യത്തിലല്ലേ? സംസ്ഥാന സർക്കാരുകൾക്കെതിരെയല്ലേ? ഞാൻ അതിലേക്ക് വരാം. പ്ലീസ് വെയിറ്റ്. ഞാൻ അറിവില്ലാത്ത കാര്യങ്ങൾ വെറുതെ വിളമ്പരുത്. അല്ല, മണ്ടത്തരം ഇവിടെ വന്ന് പുലമ്പുന്ന താങ്കളാണ്. ഇവിടെ കേന്ദ്രത്തിന്റെ സ്കീം, ആ സ്കീമിൽ എങ്ങനെ ശമ്പളം കൊടുക്കുന്നത്, ഏത് നിയമം, ഏത് റൂള് പ്രകാരം ഒന്ന് പറയൂ താങ്കൾ. ഏത് നിയമപ്രകാരം, ഏത് റൂള് പ്രകാരം കേന്ദ്രത്തിന്റെ ഒരു സ്കീം സംസ്ഥാന ഗവൺമെന്റിനെ ഏറ്റെടുത്ത് അത് ജീവനക്കാരായിട്ട് അംഗീകരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കാം, ആനുകൂല്യം കൊടുക്കാം, പെൻഷൻ കൊടുക്കാം, കേരളത്തിൽ മാത്രം എങ്ങനെ സാധിക്കാൻ നടപ്പാക്കിയതിനെ നിങ്ങൾ മേനി പറയുന്ന 1000 വഴിയാണ് സംസ്ഥാന സർക്കാരല്ലേ? അതാത് കാലത്തെ ജീവിത സാഹചര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് എങ്ങനെ താങ്ങും? ഈ 13,200 രൂപയ്ക്ക് എങ്ങനെ ഇവർ ജീവിക്കും? രണ്ടല്ല അരുണേ, പൊതുജനാരോഗ്യ മേഖല സംസ്ഥാന സബ്ജക്റ്റ് ആണ്.
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അടിസ്ഥാനമൊക്കെയാണ് പൊതുജന ആരോഗ്യമേ അല്ലല്ല. അരുൺ പറയൂ. അല്ല, ഇത്തരത്തിൽ ഒച്ചപ്പാടുണ്ടാക്കാനാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കാൻ എനിക്ക് പറ്റും. മര്യാദയ്ക്ക് അവിടെ നിന്ന് കേക്ക്. താങ്കൾ പറയുന്നു, ഞാൻ കേട്ടതാ കൃത്യമായി മണ്ടത്തരവും തന്നെയാണ് താങ്കൾ പറയുന്നത്. അതായത് ആ സ്കീമിൽ അധിക്ഷേപമല്ല, മാന്യമായിട്ട് മറുപടിയാ പറഞ്ഞത്. താങ്കളും മണ്ടത്തരം ചോദിക്കുന്നത്. ഒരു സ്കീമിലെ തൊഴിലാളിയെ വോളണ്ടിയറായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചതിനെ ആ കേന്ദ്ര ഗവൺമെന്റ് വോളണ്ടിയറായി തന്നെ അംഗീകരിച്ച് തുടർന്നു പോകുമ്പോൾ അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കാനോ സ്ഥിരപ്പെടുത്താനോ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല. താങ്കൾ ഇപ്പോഴും ചോദിക്കുന്നു ഹോണറേറിയം, അത് വേറെ. ഇവിടെ ജീവനക്കാരായിട്ട് അംഗീകരിച്ചവർക്ക് ശമ്പളം, സാലറി കിട്ടണം എന്നുള്ളതാണ്. താങ്കൾ ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരായിരിക്കും, താങ്കൾ കിട്ടുന്ന ഓണറേറിയം അല്ലല്ലോ, ശമ്പളമല്ലേ. ആ ശമ്പളം കിട്ടുന്ന ആൾക്കാണ് മറ്റു പല ക്ഷേമ പദ്ധതികളുള്ളത്. ആ ശമ്പളം കിട്ടുന്ന ആൾക്കാണ് പെൻഷൻ ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്. ഇതൊന്നും ഒരു വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ആൾക്ക് പറ്റില്ല. വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവർക്ക് ഹോണറേറിയം അത് 1000 രൂപയായത് 7000 രൂപയായി വർദ്ധിപ്പിച്ചത് കാലാകാലങ്ങളിൽ അവരുടെ ജീവിത ചെലവ് വഹിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഇടപെടലാണ്. ആ ഇടപെടൽ ഇനിയും വർദ്ധിപ്പിക്കണമെന്നതാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷെ കേന്ദ്രം ചെയ്യാത്ത കാര്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാമെന്ന് ഒരു എക്സ്പെർട്ട് വന്നിരുന്ന് പറയുമ്പോൾ അത് ഏത് നിയമപ്രകാരം ഏത് റൂൾ എന്ന് ചോദിക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. അത് ചോദിക്കുന്നില്ല. കാരണം ഇത് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഒരു കമ്മീഷൻ പറഞ്ഞിട്ടില്ല. താങ്കൾ കേൾക്ക്. പിന്നെ പറയാ കേസെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആര് പന്തൽ നടത്തി സമരം നടത്തിയാലും, പന്തൽ വെച്ച് സമരം നടത്തിയാലും, റോഡ് ബ്ലോക്ക് ചെയ്താലും കേസെടുക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി രമേശ് ചെന്നിത്തല, BJP നേതാക്കന്മാരെല്ലാം കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ വന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ അപ്പിയർ ചെയ്ത് പോയത് നമ്മുടെ മുന്നിലുണ്ട്. അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം നടത്താൻ പാടില്ലെന്ന് ഹൈക്കോടതി ഇപ്പോൾ തന്നെ കേസ് പെൻഡിംഗ് ആയിട്ട് വെച്ച് സർവൈലൻസ് നടത്തുക. അപ്പൊ ജോസഫ് സി മാത്യുവിനെതിരെ കേസെടുത്തല്ലോ, മറ്റാൾക്കെതിരെ കേസെടുത്തല്ലോ. സമരം ജനകീയ പ്രതിരോധ സമിതി നടത്തിയ ഐക്യദാർഢ്യ സമരത്തിൽ പങ്കെടുത്ത ഡോക്ടർ KG താരയും MP മത്തായി സാറും ഗാന്ധിയെ അവരൊരു റോഡ് ബ്ലോക്ക് നടത്തിയിട്ടില്ല. സമരത്തിന് പിന്തുണയ്ക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമല്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യാൻ പാടുണ്ടോ? പേടിയുള്ളവർ പിന്നെ എന്തിനാ പോകുന്നത്? പേടിയുള്ളവർ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അങ്ങനെയൊന്നും പറയുന്നത് നിങ്ങൾ ജനാധിപത്യ അല്ലല്ല, ആ പേരുകൾ ഞാനാണ് പറഞ്ഞത് അരുൺ. അങ്ങനെ പേടിച്ചിട്ട് സമരത്തിന് ഐക്യദാർഢ്യം പറയാൻ പോയവരല്ല ഇവർ. ഇങ്ങനെ പറയട്ടെ. അല്ലല്ല, ഈ ഹൈക്കോടതി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണൂരിൽ നിങ്ങളുടെ നേതാവ് MV ജയരാജൻ നടത്തിയ പ്രസംഗം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടതാണല്ലോ. ഹൈക്കോടതി അങ്ങനെയൊക്കെ പറഞ്ഞാലും സമരം ഇങ്ങനെ തന്നെ നടക്കും, വേറെ വഴി കൂടെ പോയാൽ മതി എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാട്. അതൊക്കെ പോട്ടെ, വഴി തടഞ്ഞ് സമരം ചെയ്തിരുന്നൊന്നുമല്ലോ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർക്കെതിരെ കേസെടുത്ത അരുൺ. ഇത് ആർക്കാണ് മനസ്സിലാവുക? താങ്കൾ ഈ പറയുന്ന പോലെ ജനങ്ങൾ ആണല്ലോ, ജനങ്ങൾ കാണുന്നുണ്ട്. അല്ല കണ്ടോട്ടെ. ഇത് കൃത്യമായി ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത 10-600 പേര് ഇന്നലെ ജോലിക്ക് കയറി. ഇന്ന് വേറൊരു 10-600 പേര് ജോലിക്ക് കയറി. ഈ സമരം ദുർബലമായി പോകുമ്പോഴും ഈ സമര മുദ്രാവാക്യങ്ങൾ ഓൾറെഡി ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ സമര മുദ്രാവാക്യങ്ങൾ നേരത്തെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് 7 തീയതി ഉത്തരവിറങ്ങുന്നു. ഒരു മിനിറ്റ് അരുൺ, അത് 5 ആവശ്യങ്ങളല്ലേ? ഇപ്പോൾ 10-ലും തീരുമാനമായത് എങ്ങനെയാണ്? പറയോ, കേൾക്കൂ. എവിടെ തീരുമാനമായി? 6ഉം 7ഉം നടത്തിയ സമരം, അതിന്റെ ഭാഗമായി 7-ാം തീയതി ഒത്തുതീർപ്പ് ചർച്ച വരുന്നു. അതിന്റെ ഭാഗമായി ഒരു മിനിറ്റ്സ് വരുന്നു. മിനിറ്റ്സിന്റെ തീരുമാനം പിറ്റേ ദിവസം നടപ്പാക്കുന്നു. ഇത്തരത്തിൽ 10 മാനദണ്ഡം എന്നുള്ളത് 5 മാനദണ്ഡമാക്കി കുറയ്ക്കുന്നു. 2 ആഴ്ച പഠനത്തിന് വേണ്ടി വെക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിന്റെ ഭാഗമായി സമരം ചെയ്യുന്ന ഈ 21 ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർ വെറുതെ സമരം ചെയ്യുകയാണോ? കുത്തിത്തിരിപ്പാണോ? ഈ 13,200 രൂപ കൊണ്ട് അവർ സുഖമായി ജീവിക്കുകയാണോ? അഡ്വക്കേറ്റ് അരുൺ, ആണോ? സമരം ചെയ്യുന്നവർക്ക് എത്ര വേണമെങ്കിലും സമരം തുടരാം, എത്ര മുദ്രാവാക്യം വേണമെങ്കിലും ഉയർത്താം. ഇവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളിൽ ഗവൺമെന്റിന് പരിഹരിക്കാൻ കഴിയുന്നവ പരിഹരിച്ചു കഴിഞ്ഞു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടുതൽ കാര്യങ്ങൾ 2014 10,000 ആക്കണമെന്ന് ആവശ്യപ്പെട്ട എളമരം കരീം ഇപ്പോൾ 2025 7,000-ൽ നിന്നും 21,000 ആക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊരു കുത്തിത്തിരിപ്പ് സമരമാകുന്നത് അതെങ്ങനെയാണത്? 2014 നിന്നും ജീവിത സാഹചര്യങ്ങളും ജീവിത ചെലവും എത്ര മാറി 2025 ആവുമ്പോൾ
അത് മാത്രമല്ല ഈ സമരം ചെയ്യുന്നവർക്ക് പകരക്കാർക്കായി 11.7 ലക്ഷം രൂപ മാറ്റിവെക്കാൻ ഈ സർക്കാരിന് എങ്ങനെ കഴിയുന്നു? സ്ത്രീപക്ഷ സർക്കാരാണല്ലോ അരുൺ, അല്ലേ? സ്ത്രീപക്ഷ സർക്കാരല്ലേ? കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന ആശാവർക്കർമാരെ നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഇത് ഉടായ്പ സർക്കാരാണ്. 2014 മുദ്രാവാക്യമല്ല താങ്കൾ എടുക്കേണ്ടത്. അതായത് 2024 നവംബർ മാസം 29 കോച്ചി പിടിക്കുന്ന തണുപ്പിലും ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം നടത്തുമ്പോൾ അന്നേരം കൊടുത്ത നിവേദനത്തിന്റെ ഫസ്റ്റ് വാചകം ഞാൻ വായിക്കാം. AWFI ഓർഗനൈസ് അല്ല, നിങ്ങൾ ഇത് കേൾക്കൂ. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഒരു വരി കേൾക്കൂ. എന്താണ് ഇത്ര അസഹിഷ്ണുത? ജന്തർ മന്ദർ ഡിമാൻഡിംഗ് റെഗുലറൈസേഷൻ മിനിമം വേജസ് ഓഫ് 26,000 പെർ മന്ത്. ഇന്ത്യയിലെ 10 ലക്ഷം ആശാ വർക്കേഴ്സിനും 26,000 രൂപ വീതം സാലറി കിട്ടണം. സാലറി കിട്ടണമെങ്കിൽ അവരെ ജീവനക്കാരായി അംഗീകരിക്കണം. ആരംഗീകരിക്കണം? കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കണം. കേന്ദ്രത്തിന്റെ സ്കീമാണ്. അത്തരത്തിൽ നിയമപരമാക്കി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു. പറ്റില്ല. സാലറിയാക്കി മാറ്റണം. സാലറിയാക്കി മാറ്റണം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ സ്കീമിലെ ജീവനക്കാരെ തൊഴിലെ ജീവനക്കാരായി അംഗീകരിക്കാത്തടത്തോളം കാലം എത്ര ഡിമാൻഡ് വെച്ചിട്ടുണ്ട്? ഓരോ നിയമ തടസ്സമില്ല, ഓരോ നിയമ തടസ്സമില്ല. നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഓരോ നിയമ തടസ്സമില്ല മിസ്റ്റർ, ഒരു നിയമ തടസ്സമില്ല. സന്നദ്ധരായ പ്രവർത്തകരെ കേരളത്തിൽ ജീവനക്കാരായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ കേരളത്തിന് കിട്ടാനുള്ള 686 കോടി രൂപ കുടിശ്ശിക വരുത്തിയിട്ടാണോ നിങ്ങൾ ഈ സമരപന്തലിൽ പോയി ഒപ്പമുണ്ട് എന്ന് പറയുന്നത്? അല്ല 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 NHM വിഹിതത്തിൽ NHM കേരളത്തിന് കൊടുക്കാവുന്ന ഏത് വിഹിതമാണ് മേഡം? 600 കോടി ഏതാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏത് 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 വർഷത്തെയാണ് നിങ്ങൾ പറയുന്നത്? ആരോഗ്യമന്ത്രി പറയുന്നു 686 കോടി രൂപ കുടിശ്ശികയെന്ന്. ജനുവരി വരെ അല്ല ഡോക്യുമെന്റ്സ് പറയട്ടെ. പാർലമെന്റിനകത്ത് ചോദിച്ചല്ലോ പ്രേമചന്ദ്രൻ, പാർലമെന്റിനകത്ത് ഈ കണക്ക് ചോദിച്ചല്ലോ. അപ്പോഴെന്തേ പറയാഞ്ഞത്? ഇത് വീണ ജോർജിന് എന്തും പറയാ, അതല്ലല്ലോ. ആധികാരികമായിട്ട് ഇവർ പറയട്ടെ. ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വീണ ജോർജ് കേരളത്തിനോട് പറയട്ടെ, കേന്ദ്രം ഞങ്ങൾക്ക് പദ്ധതി ഇനത്തിൽ ഇത്ര തരാനുണ്ടെന്ന്. പറയുന്നില്ലല്ലോ. ഇവർ പറയുന്നില്ല 600 തരാനുണ്ട്. ഇത് ചിലപ്പോൾ പറയുന്നത് ഗ്രാൻഡ് ഇനത്തിലായിരിക്കും. അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ. അല്ല മേഡം, ആന്ധ്രാപ്രദേശിൽ ഒരു മിനിറ്റ്, ആന്ധ്രാപ്രദേശിൽ ഇന്ന് ചന്ദ്രബാബു നായിഡു 10,000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് എന്താ ഈ കേന്ദ്രമാണ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം? ഈ പറഞ്ഞ സിക്കിമിനും അതോടൊപ്പം തെലുങ്കാനയും 9,500 രൂപ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നോക്കൂ, വിദണ്ഡവാദം പറയുക. അപ്പൊ ഇത് കേന്ദ്രത്തിനെതിരെ പറയുക. ഇൻസെന്റീവ് എത്രയാ? അവിടെ ഇൻസെന്റീവ് ഇല്ല. അല്ല, ഇൻസെന്റീവ് 3,000 രൂപയുണ്ട് മേഡം. ഇൻസെന്റീവ് 3,000 രൂപയുണ്ട്. അല്ല അരുൺകുമാർ ഇൻസെന്റീവ് നിർത്തൂ. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കും. നിങ്ങളത് തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഓണറേറിയം എന്ന് പറയുന്നതും ഇൻസെന്റീവ് എന്ന് പറയുന്നതും രണ്ടാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ ഇത് ഈ അവകാശവാദം ഇവർ പറഞ്ഞിരുന്നു. ഈ അവകാശവാദം തന്നെ പറയുന്നത് പാർലമെന്റിനകത്ത് എന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ ഓണറേറിയം വിധത്തിൽ ഏറ്റവും കൂടുതൽ തുക കിട്ടുന്ന 2 സംസ്ഥാനങ്ങളിൽ ഒന്ന് തെലുങ്കാനയും മറ്റൊന്ന് സിക്കിമാണ്. ഇനി ഇത് ആന്ധ്രയായി മാറാൻ പോവുകയാണ്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഈ സൂചിക മാനവ സൂചികയുടെ കണക്ക് പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പറ്റിക്കാമെന്ന് കരുതല്ലേ? ശരി, പഴയ വർഷങ്ങളിലെ കണക്കിനി പറയരുത്. പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് ഇല്ല. 2015ഉം 2014ഉം പറയുമ്പോൾ 2025 എത്തിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണല്ലോ ചോദ്യം. അവിടേക്ക് ആവശ്യമായ തുകയാണല്ലോ അവിടെ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഈ ജീവിത നിലവാരത്തെ പറ്റി വലിയ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് ഇവരുടെ ജീവിത നിലവാരം എങ്ങനെ പോട്ടെ എന്നാണോ? അവർക്ക് അരിയും പച്ചക്കറിയും ഒന്നും വാങ്ങണ്ടേ? തിരിച്ചെത്താൻ മേഡം, നിങ്ങൾക്കെതിരെയുള്ള അവസാനത്തെ ആരോപണം എന്ന് പറയുന്നത് നാളത്തെ മാർച്ച് സംഘർഷഭരിതമാക്കണം, സംഘർഷമുണ്ടായാലേ കാര്യമുള്ളൂ, സംഘർഷത്തിന് BJP കൂടി വേണം എന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് നടന്നു എന്നുള്ളതാണ്. എന്താണ് ഉദ്ദേശിച്ചത്? ശ്രീമതി സ്മൃതി, എനിക്കൊരല്പസമയം തരണം. കാരണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആദ്യമേ ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയാം. ഞങ്ങൾ കഴിഞ്ഞ ഇന്നും കൂടി ആകുമ്പോൾ 21 ദിവസമായിട്ട് അവിടെ സമരം നടത്തുകയാണ്.
ഞങ്ങൾ ഈ ചാനലിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും സർവൈലൻസിലാണ് അവിടെ ഇരിക്കുന്നത്. 24 മണിക്കൂർ അവിടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. അവിടുത്തെ ഓരോ പുൽക്കുടിത്തൊമ്പിലും ഞങ്ങളെ നിരീക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്ന് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊരു രഹസ്യ അജണ്ടയുമില്ല. ഞങ്ങൾ ഒരു ആക്രമണവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അക്രമം നടത്തി സമരം നടത്തി അതിലൂടെ വിജയിക്കുമെന്ന് അത്തരം വിശ്വസിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്നു എന്ന് പറയുന്ന ഒരു ചാറ്റ്, ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യുന്നത് കിട്ടുന്ന നമ്പറുകൾ ആഡ് ചെയ്ത് വെക്കും. അത് ആരാണെന്ന് നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഈ സമരങ്ങളുടെ അതിനകത്ത് വന്ന ചാറ്റിനിടയിൽ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞു. ഇത് സംഘടനയുടെ തീരുമാനമല്ല, ഒരാളൊരു അഭിപ്രായം പറഞ്ഞതാണ്. അങ്ങനെ നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചില്ലല്ലോ, അത് അയാളുടെ ഒരു അഭിപ്രായമാണ്. ശരി, അത് ഏതെങ്കിലും സംഘടന വാട്സാപ്പിലൂടെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യും. ഇതൊക്കെ വെറുതെ ഈ സമരം തകർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന്. ഞങ്ങൾ 21 ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്ക്, ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവിടെ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങളുടെ ഡിമാൻഡിനകത്ത് തെറ്റുണ്ടെന്ന്. ഞങ്ങൾ അവിടെ വെച്ച ഡിമാൻഡിനകത്ത് ഇദ്ദേഹം പറഞ്ഞ ഉത്തരവിനെ കുറിച്ച് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ 4-5 ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അത് ഓണറേറിയം 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക, അത് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് നൽകുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക, 2022 മാർച്ച് 2-ന് കൊണ്ടുവന്ന വിരമിക്കൽ ഉത്തരവ് പിൻവലിക്കുക, പെൻഷൻ അനുവദിക്കുക. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇപ്പോഴും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡ് അതാണ്. പിന്നെ വിരമിക്കലുമായി കൊണ്ടുവന്ന ഉത്തരവിനെ സംബന്ധിച്ച് അരുൺകുമാറിന് അറിയത്തില്ലെങ്കിൽ പോയി വീണ ജോർജ് മന്ത്രിയോടൊന്ന് ചോദിച്ചാൽ മതി. ഈ ഉത്തരവ് കൊണ്ടുവന്നതിന് ശേഷം ആ ഉത്തരവ് ഫ്രീസ് ചെയ്ത് ഞങ്ങൾ നടത്തിയ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ MLA അടക്കമുള്ള മീറ്റിങ്ങിലാണ് 2022 ജനുവരി 7-ന് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് വിരമിക്കലിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയത്. എല്ലാവരും അംഗീകരിച്ചു. ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ ഉത്തരവ് ഇറക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് സംസ്ഥാന സർക്കാരിന് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു 3 ലക്ഷം 2020 മുതൽ ബംഗാളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും മിണ്ടിയില്ല. ആ ഉത്തരവിൻ്റെ കോപ്പി വെച്ചുകൊണ്ടാണ് ഇവരുടെ വിരമിക്കൽ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗാളിൽ കൊടുക്കുന്ന ആ വിരമിക്കൽ ആനുകൂല്യത്തിൻ്റെ കോപ്പി വെച്ചുകൊണ്ടാണ് ആശാ ഫെസ്റ്റ് നടന്നപ്പോൾ കേരളമെമ്പാടും ഞങ്ങൾ ആ നോട്ടീസ് വിതരണം ചെയ്തു. ഡയറക്ടറേറ്റിന് മുന്നിൽ ഭയങ്കര സമരം നടത്തി. പത്രങ്ങളിൽ ഇതുപോലെ വാർത്ത വന്നു. മിനിസ്റ്റർ പോയി ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു അയ്യോ ഞങ്ങൾ ഇത് വകുപ്പ് അറിയാതെ എങ്ങനെയോ വന്നതാണ്, അങ്ങനെ ഒരു ഉത്തരവില്ല, ഫ്രീസ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ കാസർഗോട്ടെ സിസിലിയ എന്ന് പറയുന്ന ആശാ വർക്കറെ പിരിച്ചുവിട്ടു. ഞങ്ങൾ നേരിട്ട് അവിടുത്തെ മെഡിക്കൽ ഓഫീസറോട് സംസാരിച്ചു, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചു, മെമ്പർ സംസാരിച്ചു. അവിടുത്തെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു പറ്റത്തില്ല, ഇതാണ് ഉത്തരവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവരെ പിരിച്ചു വിടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു പേപ്പർ വായിക്കാൻ നമ്മൾ പറഞ്ഞു. ആ പേപ്പർ അവർ അയച്ചു തന്നു. അതും കൊണ്ട് ഈ മിനിസ്റ്ററിനെ ഞങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ട്. മിനിസ്റ്റർ അത് നിഷേധിക്കത്തില്ല. ഞങ്ങൾ ചെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും മിനിസ്റ്റർ ഞങ്ങളോട് അത് പറഞ്ഞാണ്. വൈകുന്നേരം 6 മണിക്കാണ് ഞങ്ങൾ മിനിസ്റ്ററെ ഓഫീസിൽ വെച്ച് കാണുന്നത്. പിറ്റേന്ന് 12 മണിക്ക് മുമ്പ് സിസിലിയായി തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് സിസിലിയായി ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഇതൊക്കെ കള്ളങ്ങൾ പറയാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത്? ഈ കള്ളം കൊണ്ടൊന്നും പിടിച്ചു നിൽക്കത്തില്ല. ഞങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ ന്യായമാണ്. കഴിഞ്ഞ മാസമാണ് കർണാടകത്തിൽ സമരം നടത്തിയത്. അവിടുത്തെ സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനങ്ങളാണ് ഓണറേറിയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പിന്നെ എന്താണ് പറയുന്നത്? ഇവരല്ലേ അങ്ങ് സംസ്ഥാനം 7,000 രൂപ കൊടുക്കുന്നു, സംസ്ഥാനം ഓണറേറിയം 7,000 രൂപ കൊടുക്കുന്നു. ആ 10 വർഷം മുമ്പ് ഇടതുപക്ഷം അല്ല CITU സമരം ചെയ്തപ്പോൾ അന്ന് 1,000 രൂപ ഓണറേറിയം തികയത്തില്ല എന്നുള്ളത് കൊണ്ടല്ലേ 10,000 രൂപ ഓണറേറിയം ചോദിച്ചത്. ഇന്നത്തെ ജീവിത നിലവാരം വെച്ച് 7,000 രൂപ തികയത്തില്ല എന്നുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഓണറേറിയം കൂടുതൽ ചോദിക്കുന്നത്. ഈ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉള്ളത്? ഇവിടെ കിട്ടുന്ന 233 രൂപയിൽ പകുതിയിലധികം ചെലവഴിക്കുന്നത് വണ്ടിക്കൂലിക്കും ഓട്ടോ കൂലിക്കും വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യാത്തത്? അപ്പോൾ ഇത് ഇങ്ങനെ മുട്ടാഞ്ഞ ഈ അരുണിനൊക്കെ ഇനിയും പറഞ്ഞ കൂടിപ്പോ, അതുകൊണ്ട് പറയുന്നില്ല. എത്രയോ 21 ദിവസമായി പറഞ്ഞ് മടുത്തില്ലേ ഈ തട്ടാമുട്ടി ന്യായങ്ങൾ? യഥാർത്ഥത്തിലുള്ള ഡിമാൻഡിലേക്ക് വാ. എല്ലാ നേതാക്കന്മാരും പറയുമല്ലോ, പറയുന്ന ഡിമാൻഡ് ന്യായമാണ്, ശരിയാണ്, ഡിമാൻഡ് അംഗീകരിച്ചു കൊടുക്കേണ്ടത്. പിന്നെന്താ? കഴിഞ്ഞ ദിവസം വേറെ ചാനൽ ചർച്ചയിൽ പോയപ്പോഴത്തെ TN ഗോപിനാഥൻ പറഞ്ഞു ഞങ്ങളെപ്പോലെ ഇദ്ദേഹം പറഞ്ഞ 21,000 കണക്കുണ്ടല്ലോ, ഈ വലിയ സംഖ്യയായിട്ട് നടക്കുന്ന നിങ്ങൾ സമരം ചെയ്ത് ഡിമാൻഡ് നേടിയെടുത്തിട്ട് ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് പോകാം. ലോകം മുഴുവൻ കേട്ടോണ്ടിരുന്നാണല്ലോ സമരം. നിങ്ങൾക്ക് പകരം ആൾക്കാരെ നിയമിക്കാനുള്ള തുക വകയിരുത്തി കഴിഞ്ഞിരിക്കുന്നു സർക്കാർ. അതെ, 18 വർഷമായിട്ട് വീടാന്തരം കയറി ഇറങ്ങി സ്വന്തം മക്കൾ പോലും നോക്കാൻ ആളില്ലാത്ത സ്ഥലങ്ങളിൽ പോയി
ആളുകളെ പറഞ്ഞോളൂ. ആളുകളെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ശ്രീ അരുൺകുമാർ, ഞാൻ എന്നോട് ചോദിച്ചാലല്ലേ ഞാൻ ഉത്തരം പറയുന്നത്. അങ്ങനെ പിണറായി വിജയന്റെ തിട്ടൂരത്തിനനുസരിച്ച് ആശാ വർക്കർമാരെ പിരിച്ചുവിടുന്ന കാര്യമൊക്കെ നടക്കുന്നതല്ല. അങ്ങനെ വല്ല അതിമോഹമായിട്ട് പിണറായി വിജയൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ട് അങ്ങ് നിർത്തലാക്കും. അതാണല്ലോ ഭീഷണി അല്ലേ? ഇപ്പൊ തന്നെ കേന്ദ്ര ഫണ്ട് മാത്രമല്ല സാർ, നിങ്ങൾ കേന്ദ്ര ഫണ്ടിന്റെ കാര്യമല്ലല്ലോ, സർവ്വസാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട അമ്മമാരെ പിരിച്ചുവിടുമ്പോ അതിന് കേന്ദ്ര ഫണ്ടിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അല്ല, സുരേഷ് ഗോപി പറഞ്ഞു തന്നേ. അപ്പൊ അത് ഇത് ഞാൻ പറഞ്ഞല്ല, സുരേഷ് ഗോപി സമരപ്പന്തലിൽ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ഈ ചേട്ടന്മാവേ അനിയന്മാവേ കളിക്കും. ബിന്ദു പൂർത്തിയാക്കട്ടെ, ബിന്ദു പൂർത്തിയാക്കട്ടെ. എന്നോടല്ലേ ചോദിച്ചത്, ഞാൻ പറഞ്ഞോട്ടെ. അതായത് ചേട്ടന്മാവേ അനിയമാവേയും കളിച്ച് ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമോ മുതലെടുപ്പോ ഉണ്ടെങ്കിൽ എടുത്തോ. ഇത് പാവപ്പെട്ട ആശാവർക്കർമാർ നടത്തുന്ന സമരമാണ്. ഈ സമരത്തെ പരാജയപ്പെടുത്താൻ എന്തിനാണ് CITUവിനെ പോലുള്ളൊരു വലിയ സംഘടന ശ്രമിക്കുന്നത്? ഈ പാവങ്ങൾ, ഈ സാധുക്കളായ സ്ത്രീകളെ പരാജയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്? ഈ നിങ്ങൾക്ക് അതിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത് നിങ്ങളുടെ കുറച്ച് പേരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ പൊതുസമൂഹം, ഈ കേരള സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജനകീയ സമരമാണ് ഇന്ന് ആശാവർക്കർമാരുടെ സമരം. നമുക്ക് പകരമായ ആളിനെ എടുത്താൽ അവർക്ക് കിട്ടുന്ന ഈ തുച്ഛമായ തുകയിലും അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കേരളത്തിന് അറിയാം. ബിന്ദു, ഏതായാലും ഈ സമരം വിജയിക്കട്ടെ, സർക്കാരിന് അക്കാര്യത്തിലൊരു പുനർവിചിന്തനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. വേഗം പറയൂ. അല്ല, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി പ്രചരണം BJP നടത്തുന്നു, ജനകീയ പ്രതിരോധ സമിതി നടത്തുന്നു. ഈ സമര മുദ്രാവാക്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് 7-ാം തീയതി ഈ സർക്കുലർ ഇറക്കിയത്. 7-ാം തീയതി മിനിറ്റ്സ് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തന്നെ ചോദിച്ചു, നിങ്ങൾ ആശാ വർക്കേഴ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആശാ വർക്കേഴ്സ് അല്ല, ഞങ്ങൾ മറ്റ് സ്കീമിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന നിരവധി വനിതകളെ നമ്മൾ അവിടെ കണ്ടു. ഈ സമരം ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ സമരം ചെയ്യുന്നവർക്ക് പകരക്കാരെ നിയമിക്കാൻ, സമരം ചെയ്യുന്നവർക്ക് പകരക്കാരെ നിയമിക്കാൻ തുക വകയിരുത്തിയിരിക്കുന്ന സർക്കാർ ഈ സമരം ഗുണം ചെയ്യില്ല. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പ്രിൻറ്റു മഹാദേവ്, M ഷാജർ ഖാൻ, ബിന്ദു MA ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.